ഹലോ, ഇന്ന് നമുക്ക് ഈ നാടൻ കോഴി ഒരു വറുത്തരച്ച ചിക്കൻ കറിയാക്കി മാറ്റിയാലോ? ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് കൂടി പോകരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ചെറിയൊരു കയ്പ്പ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതേ കളറാവുന്നത് വരെ ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കണം കേട്ടോ. എന്നാൽ ആ പൊടി ഒന്നും കൂടി വേവുള്ളൂ, പച്ചക്കുത്ത് മാറുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ ഒരു കളറാവുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച ശേഷം കുറച്ച് വെള്ളം പാർന്ന് ഇതേപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക. സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 2-3 തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് വെള്ളം പാർന്നിട്ട് നല്ലോണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് പാർന്നിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് തിള വരുമ്പം നമ്മുടെ ഈ കുക്കറിലാണ് ലഗോൺ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ഇട്ടിട്ടുള്ള ഇത് തട്ടി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് അതിൻ്റെ മുട്ടയാണ്, അതും കൂടി ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഉടഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഇങ്ങനെ തിള വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. നല്ല ചാറോട് കൂടിയിട്ടുള്ള ചിക്കനാണ്.